ഈ ബ്രദറിൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. ഇവർ കോഴിക്കോട് സഭയിൽ നിന്നാണ് വരുന്നത്. ഈ ബ്രദർക്ക് പറയാനുള്ളൊരു സാക്ഷ്യം, 10 മാസമായിട്ട് ഈ ബ്രദറിൻ്റെ ഇടത് ചെവി കേൾക്കയില്ലായിരുന്നു. ഓ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സ്റ്റേജിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വരണ്ട, ഇദ്ദേഹത്തിന് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടാണല്ലോ. ഓക്കെ, ശരി, പറ. ബ്രദർ കഴിഞ്ഞ മാസം നമ്മുടെ പബ്ലിക് മീറ്റിംഗിൽ വെച്ചിട്ട് ചെവി കേൾക്കാത്തവര് ആ ചെവിയുടെ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് ബ്രദർ പറഞ്ഞു. വിശ്വാസത്തോടെ ബ്രദർ ചെവിയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ജോൺ ബ്രദറെ സ്റ്റേജിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ബ്രദർ തിരിച്ച് വീട്ടിൽ പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ 10 മാസം കേൾക്കാതിരുന്ന ചെവി പൂർണ്ണമായി കർത്താവ് സൗഖ്യം കെടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അന്ന് ഇവിടെ വന്നപ്പോ ഞാൻ ഇവിടെ വെച്ച് വിളിച്ചപ്പോ കേട്ടില്ല, ഇവിടെ വന്നപ്പോ കേൾക്കുന്നില്ലായിരുന്നു. അന്നേരം സാക്ഷ്യം പറയാൻ വന്നപ്പോ ഞാൻ സാക്ഷ്യം പറയാൻ സമ്മതിച്ചില്ല, കേൾക്കുന്നില്ല, വീണ്ടും ഒരിക്കൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വിട്ടു. പക്ഷെ 2 ദിവസം വീട്ടിൽ ചെന്നപ്പോ സൗഖ്യമായി. ഭയങ്കര സങ്കടമായി പോലെ കേട്ടിട്ട്. അടിപൊളി. കരയുന്ന കാണുമ്പോൾ, ഒരു പ്രായമുള്ള ഒരാള് ഇവിടെ ഒന്ന് കരയുന്നത് കാണുമ്പോൾ അതിന്റെ അർത്ഥം കർത്താവ് ചെയ്തൊരു വലിയ കാര്യം അദ്ദേഹത്തെ സ്പർശിച്ചിട്ടുണ്ട്. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. അന്ന് പോയി 2 ദിവസം കഴിഞ്ഞു, ചെവിയുടെ കേൾവി തിരികെ കിട്ടി. ഇപ്പൊ കേൾക്കാം. ഒന്ന് ചുണയായിട്ട് കൈയടിക്കാൻ ആമേൻ. കഴിഞ്ഞ പ്രാവശ്യം അപ്പച്ചൻ സൗഖ്യമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചില്ല സാക്ഷ്യം പറയിക്കാൻ. കാരണം ഞാൻ പറഞ്ഞു കേൾക്കാമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം പറഞ്ഞു സൗഖ്യം പറയണ്ട, നിങ്ങൾ പിന്നെ പറഞ്ഞു വിട്ടു. പക്ഷെ ഇപ്പൊ നിൽക്കുന്നത് അതേ സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. യേശുവിനോട്, യേശു ചെയ്ത ഉപകാരങ്ങൾക്ക്.